Hello everyone, welcome back. So today let's look into a story written by Neil Gaiman. The title of the story is A Study in Emerald. You can actually call it as a Sherlock Holmes retelling because ഷെർലക് ഹോംസ് സ്റ്റോറി എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലൊക്കെ തന്നെയാണ് എ സ്റ്റഡി ഇൻ എമറോൾഡ് എന്ന് പറയുന്ന ഈ സ്റ്റോറിയും തുടങ്ങുന്നത്. നമ്മളുടെ നരേറ്റർ ഒരു സോൾജിയർ ആണ്. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പരിക്കുകളും മറ്റും വന്ന് അങ്ങനെ ഇനി തിരിച്ചു പോകാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രത്തോളം ട്രമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ ഗോ ത്രൂ ചെയ്ത് ഇപ്പോഴും അതിൻ്റെ ഇഞ്ചറി തൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ നരേറ്റർ എന്ന് പറയുന്നത്. ഫിസിക്കലി ആസ് വെൽ ആസ് മെൻ്റലി ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ മനുഷ്യൻ തൻ്റെ ഒരു ഫ്രണ്ട് വഴി തനിക്ക് എവിടെയെങ്കിലും ഒന്ന് താമസിക്കണം, ഒരു ലോഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള കാര്യം വെച്ചിട്ട് ഒരാളെ പരിചയപ്പെടുവാണ്. ഈ പരിചയപ്പെടുന്ന ആളെന്ന് പറയുമ്പം അയാൾ ആദ്യമേ നമ്മൾ ഈ സോൾജറിനെ കണ്ടിട്ട് സോൾജർ ആണെന്നൊന്നും പറയുന്നില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. അയാളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നു, അഫ്ഗാൻ ഏരിയയിൽ വല്ലതും നിന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ സോൾജിയർ ആണോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മളുടെ നരേറ്റർ ഞെട്ടിപ്പോയി. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് അറിയാം? അപ്പം പറഞ്ഞു, നിങ്ങളെ ഞാൻ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. അപ്പം നിങ്ങളുടെ മുറിവെന്നൊക്കെ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ അഫ്ഗാൻ ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന ചില പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എനിക്ക് വായിച്ചറിയാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് നിങ്ങൾ അഫ്ഗാൻ സ്ഥലം റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ജോലിയാണല്ലോ ചെയ്തതെന്നും നിങ്ങൾ സോൾജിയർ ആണോ എന്നുമൊക്കെ അങ്ങോട്ട് തന്നെ ചോദിച്ചത്. അപ്പം എന്തായാലും രണ്ടുപേരും പരിചയപ്പെട്ടു. And also, fortunately, this person was also looking for a roommate to share his room rent. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിച്ചാലോ എന്നൊരു ചിന്ത വരുന്നു. അപ്പോഴേക്കും നമ്മളുടെ സോൾജിയർ പറയുന്നുണ്ട്, എനിക്ക് ചില കുഴപ്പങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ട്രൊമാറ്റിക് മെമ്മറീസ് ഉണ്ടല്ലോ, ട്രൊമാറ്റിക് എക്സ്പീരിയൻസും കാരണങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അലറിക്കരയുന്ന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടാണ് എനിക്ക് പഴയ താമസ സ്ഥലമൊക്കെ നഷ്ടമായത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. ഇതിനുള്ള റിപ്ലൈ മറ്റേയാൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ അറിയുമെങ്കിൽ ഞാൻ രാത്രി ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും, ഐ സ്നോർ എ ലോട്ട്. അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ കുറ്റം പറയാറുണ്ട്. പിന്നെ ഓൾസോ ഞാൻ എൻ്റെ ക്ലയൻസിനെ കാണാനായിട്ട് നമ്മളുടെ ഹോളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇറഗുലർ ആയിട്ടുള്ള അവേഴ്സാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യത്തിൽ ആരും കൈയടത്തുന്ന കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ വളരെ സെൽഫിഷാണ്. ഇതൊക്കെയാണ് എൻ്റെ കുറ്റങ്ങൾ. എൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും മറ്റേ സോൾജിയറിന് ഇച്ചിരി ആശ്വാസമായി. അങ്ങനെ ബേക്കർ സ്ട്രീറ്റിൽ അവർ ഒരുമിച്ച് താമസം തുടങ്ങി. അപ്പോഴും നമ്മളുടെ നരേറ്റർ, അതായത് സോൾജിയർ, ഈ സോൾജിയറിന് എപ്പോഴും ഇങ്ങനെ മറ്റേ ആളെ വിസിറ്റ് ചെയ്യാനായിട്ട് കുറേ വിസിറ്റേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്, വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇയാളുടെ പ്രൊഫഷൻ എന്താണെന്ന് അറിയത്തില്ല, ഇയാൾ എങ്ങനെയാണ് മണി ഏൺ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു നേച്ചറാണ് മൊത്തത്തിൽ കൂടെ താമസിക്കുന്ന റൂംമേറ്റിനെന്ന് നമ്മളുടെ നരേറ്റർ ആയിട്ടുള്ള സോൾജിയർ മനസ്സിലായി. അത്രത്തോളം ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ പോലും മറ്റേ ആൾ എന്താണ് ചെയ്യുന്നതെന്നോ ആരൊക്കെയാണ് അയാളെ കാണാൻ വരുന്നതെന്നോ ഈ കാര്യങ്ങളൊന്നും തന്നെ അയാളെ തിരക്കാനും പോയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രണ്ടുപേരും കൂടെ അവരുടെ ലാൻഡ് ലേഡി അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മളുടെ നരേറ്ററിന്റെ ഫ്രണ്ട് ലാൻഡ് ലേഡിയോട് പറയുന്നുണ്ട്, ഒരു 4 മിനിറ്റിനകം ഇവിടേക്ക് വേറൊരാൾ വരും, അയാൾക്കും കൂടെ വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെച്ചേക്കണം, ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചേക്കണം എന്നിങ്ങനെ പറയുന്നു. അപ്പം നമ്മളുടെ നരേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്, ഇതെങ്ങനെ അറിഞ്ഞ് കറക്റ്റ് 4 മിനിറ്റിനകം ഇങ്ങനെ ഒരാൾ വരും എന്നൊക്കെ, അതെന്താണ് അതിൻ്റെ ടെക്നിക്കെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളുടെ നരേറ്റർ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ നരേറ്ററിൻ്റെ ഫ്രണ്ട് ഉടൻ തന്നെ പറഞ്ഞു, നേരത്തെ കേട്ടില്ലായിരുന്നോ, നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ കുറച്ച് കാർട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു, അതിനകത്ത് ഒരെണ്ണം മാത്രം നമ്മളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. അതിനർത്ഥം നമ്മളുടെ വീട് കാണാനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ, ഇതാണ് വീടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ ആരോ ജസ്റ്റ് വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആരെയോ എവിടെയോ കൊണ്ട് ഇറക്കിയിട്ട് അയാൾ മറ്റാരും കാണാത്ത രീതിയിൽ നമ്മളുടെ വീട്ടിലേക്ക് വരാനായിട്ട് എത്തുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയമാണ് 4 മിനിറ്റ് എന്ന് പറയുന്നത്. വാച്ചിലേക്ക് നോക്കി കറക്റ്റ് 4 മിനിറ്റ് ആയപ്പോഴത്തേക്കും അവിടെ കറക്റ്റായിട്ട് ഒരാളെത്തി.
ഇപ്പോൾ അവിടെ നമ്മുടെ നെറേറ്ററിന്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് വന്ന ആളെന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ലെസ്ട്രേഡ് ആയിരുന്നു. എന്തോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് ആ വരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. ഓൾസോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളുടെ നരേറ്ററിൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അയാളപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തായിരുന്നു, ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് വന്നതാണ്. അത് കേട്ടപ്പോഴേ നമ്മളുടെ നരേറ്ററിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് നിങ്ങൾ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനിടയിൽ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് നമ്മളുടെ നരേറ്ററിൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എപ്പോഴത്തേക്കാണ് ഷോർഡിച്ചിലേക്ക് പോകുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻസ്പെക്ടർ ചോദിച്ചു, ഹൗ ഡു യു നോ ഷോർഡിച്ചിലേക്കാണ് പോകുന്നത്, അവിടെ എന്തോ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അല്ല, ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ നന്നായിട്ടൊന്ന് നോക്കി, അപ്പം നിങ്ങളുടെ ഷൂസിൽ ഒരു യെല്ലോ കളർ സാൻഡൊക്കെ ഉണ്ട്. അപ്പം ആ സാൻഡ് വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് ഷോർഡിച്ചിലാണ് ഈ ടൈപ്പ് സാൻഡ് ഉള്ളത്, അതുകൊണ്ട് ഞാനിങ്ങനെ ഗസ് ചെയ്തതാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മളുടെ നരേറ്ററിന് മൊത്തത്തിൽ കിളി പറന്നിരിക്കുകയാണ്. അപ്പം നരേറ്ററിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട്, ആക്ച്വലി ഞാനൊരു കൺസൾട്ടിങ് ഡിറ്റക്റ്റീവാണ്, എൻ്റെ പ്രൊഫഷൻ അതാണ്. പക്ഷെ ഞാൻ കേസുകളിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവാറില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ എന്നെ വന്നിട്ട് സജഷനൊക്കെ ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരും. കൺസൾട്ടേഷൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ഫീൽഡ് വർക്കിലേക്കൊന്നും ഞാൻ ഇറങ്ങത്തില്ല. അപ്പം എനിക്ക് പല ടൈപ്പ് വിസിറ്റേഴ്സ് വരും. എനിക്ക് ക്ലയൻസ് എന്ന് പറയുന്നത് ചിലപ്പം പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഡിറ്റക്റ്റീവ്സ് വരും. അവർക്ക് ഞാൻ ഓരോ പോയിന്റ്സ് ഇങ്ങനെ ക്ലൂസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ, ഒരു കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാനത് ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് ഞാൻ ഫീൽഡ് വർക്ക് ഇപ്പോൾ എടുക്കാറില്ല. സോ ദിസ് ഈസ് മീ എന്നുള്ള കാര്യം ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ നൗ വി നോ അയാളൊരു ഡിറ്റക്റ്റീവാണ്. അങ്ങനെ നമ്മളുടെ സോൾജിയറിനെ കൂടെ ഈ ക്രൈം സ്പോട്ട് ഇൻവെസ്റ്റിഗേഷനായിട്ട് നമ്മളുടെ ഡിറ്റക്റ്റീവ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓൺ ദ വേ സെയിൻറ്റ് ജൈൽസ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളുടെ നരേറ്ററിന് ഭയങ്കരമായിട്ട് അൺഈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പെട്ടെന്ന് അയാൾ അഫ്ഗാനിൽ ഗോ ത്രൂ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ട്രൊമാറ്റിക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ട്രിഗേർഡ് ആയപ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയും കാര്യങ്ങളും ഒക്കെ വന്നു. എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ വിളിച്ചത്? കാരണം ഞാനും നിങ്ങൾ ചെയ്യുന്ന ജോലിയായിട്ട് ഒരു ബന്ധവുമില്ല. സോ നിങ്ങൾക്ക് അത്യാവശ്യം പ്രൈവസി വേണ്ടുന്നൊരു ജോബാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം വൈ മീ, ഞാൻ എന്തിനാണ് ഇപ്പം നിങ്ങളുടെ കൂടെ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മളുടെ ഡിറ്റക്റ്റീവായിട്ടുള്ള ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ കമ്പാനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് നിങ്ങൾ മാറുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ എനിക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ നരേറ്ററിന്, അതായത് സോൾജിയറിന് ഭയങ്കര സന്തോഷമായി. ഉള്ളിൽ അയാൾ എപ്പോഴും വിചാരിക്കുമായിരുന്നു, അഫ്ഗാനിൽ നിന്ന് തിരികെ വന്ന ആ ഒരു സമയത്ത് ഞാൻ യാതൊരുവിധ വോത്തും ഞാൻ എന്നിൽ കാണുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി, എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ വാല്യൂവും ഇല്ലെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത്. ഇപ്പം ആദ്യമായിട്ട് അവിടുന്ന് തിരികെ നാട്ടിൽ വന്നേ പിന്നെ ആദ്യമായിട്ട് ഞാൻ വർത്തിയാണ് എന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ അങ്ങനൊരു ഐഡിയ വന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ അയാൾ ഭയങ്കരധികം സന്തോഷവാനായിരുന്നു. എന്തായാലും ഇവർ 3 പേരും ആ മർഡർ നടന്ന ആ സ്പോട്ടിലേക്ക് എത്തി. അതൊരു റൂമായിരുന്നു. ആ റൂമിലേക്ക് ബാക്കി എല്ലാവരും കയറിപ്പോയപ്പോഴും നമ്മളുടെ ഡിറ്റക്റ്റീവ് മാത്രം ഡോർ സ്റ്റെപ്പിൽ എന്തൊക്കെയോ എവിഡൻസ് കളക്ട് ചെയ്യുന്നു, മൊത്തത്തിൽ നിരീക്ഷിക്കുന്നു, ലെൻസൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. മുറിക്കുള്ളിലേക്ക് കയറിയപ്പോൾ അവർക്ക് മനസ്സിലായി വളരെ കോൾഡ് ബ്ലഡഡ് മർഡർ ആണ് അവിടെ നടന്നത്. വെൻ വി ടോക്ക് അബൌട്ട് ദ ഡെഡ് ബോഡി, ആ ഡെഡ് ബോഡി വെട്ടിക്കീറി മുറിച്ച നിലയിലാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ കളേർഡ് ബ്ലഡ് അവിടെ സ്പ്ലാറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഇവൻ്റാണ് അവർ കണ്ണിന് നേരെ കണ്ടത്. ഈ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ചിതറി തെറിച്ചാണ് കിടക്കുന്നത്. അവിടുത്തെ ഫേർണിച്ചറിൽ എല്ലായിടത്തും അത്രയ്ക്ക് ക്രൂവലായിട്ടാണ് ആ വിക്ടിമിനെ അവിടെ കൊന്നിരിക്കുന്നത്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് നമ്മളുടെ നരേറ്ററും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡിറ്റക്റ്റീവും അവരുടെ തലയിലുള്ള ഹാറ്റ്സ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഡെഡ് ബോഡിക്ക് റെസ്പെക്റ്റ് കൊടുത്തു. ഓൾസോ ഈ
ബ്ലഡ് ചിന്നിച്ചിതറി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തൻ്റെ ലെൻസ് വെച്ചിട്ട് അയാളിങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്രൈം സ്പോട്ട് മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് വാളിൽ ഗ്രീൻ ബ്ലഡ് വെച്ച് എഴുതിയ RACHE എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളുടെ ഡിറ്റക്റ്റീവ് കണ്ടത്. അപ്പം പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് പറഞ്ഞായിരുന്നു, സോ വി ആർ ലുക്കിംഗ് ഫോർ എ ഗേൾ നെയ്മഡ് റേച്ചൽ. റേച്ചൽ എന്ന് പറയുന്ന വേർഡ് ഫുള്ളായിട്ടില്ല, RACHE മാത്രമേ ഉള്ളൂ അവിടെ, വാളിനകത്ത് എഴുതിയിരിക്കുന്ന അത്രയേ ഉള്ളൂ. അപ്പം ഫുള്ളായിട്ട് എഴുതുന്നതിന് മുൻപേ നമ്മളുടെ വിക്ടിം മരിക്കുവാണ് ചെയ്തത്. അപ്പം റേച്ചൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ആളെ കിട്ടും എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മളുടെ ഡിറ്റക്റ്റീവ് ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് നമ്മളെ ഡിറ്റക്റ്റീവ് വീണ്ടും നമ്മളെ മർഡർ ചെയ്യപ്പെട്ട ആ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഹിസ് ഹൈനസ് എന്ന് ഒരു ടേം ഉപയോഗിച്ചു. അപ്പോൾ നമ്മളുടെ പോലീസ് ഓഫീസർ ചോദിച്ചു, ഹിസ് ഹൈനസോ, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പം ഈ മരിച്ച ആളെ ഹിസ് ഹൈനസ് എന്നുള്ള വാക്ക് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്? അപ്പം പറഞ്ഞു, നിങ്ങൾ അയാളെ നോക്കൂ, അയാളുടെ ലിംസ് ഒക്കെ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത് അയാളൊരു റോയൽ ലീനിയേജിനകത്ത് പെടുന്ന ഒരാളാണ്, കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണ് ഈ മരിച്ചു കിടക്കുന്നത്. പിന്നെ ഓൾസോ അയാളുടെ ഗ്രീൻ ബ്ലഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇതെല്ലാം റോയൽ ഐഡൻറ്റിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലായില്ലേ? ഓൾസോ RACHE എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിനകത്ത് റേഷ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, വിച്ച് മീൻസ് റിവെഞ്ച്. And the concluding line is that someone has done revenge. ഈ സമയത്ത് ഓഫീസർ ലെഡ്സ്ട്രേഡ് പറയുന്നുണ്ട്, യെസ്, നമ്മളുടെ ക്വീൻ വിക്ടോറിയയെ കാണാനായിട്ട് അവരുടെ നെഫ്യൂ ആയിട്ടുള്ള പ്രിൻസ് ഫ്രാൻസ് ഡ്രാഗോ ബൊഹീമിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾസോ നമ്മളുടെ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ടായിരുന്നു, ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള ആരോ ആണ് ഈ മരിച്ചു കിടക്കുന്നതെന്ന്. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കൂട്ടി വായിച്ചപ്പോഴത്തേക്കും നമ്മളുടെ ഇൻസ്പെക്ടറിന് വിക്ടിമിനെ മനസ്സിലായി. ഇത്രയൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടും നമ്മളുടെ ഡിറ്റക്റ്റീവ് സെർച്ചിങ് നിർത്തിയില്ല. ഫയർ പ്ലേസ് നോക്കുന്നുണ്ട്. ഫയർ പ്ലേസിലെ ആഷ് കുറച്ച് ഒരു പിഞ്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. അത് കുറച്ച് കളക്ട് ചെയ്തോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം എവിഡൻസ് അദ്ദേഹം കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഡിറ്റക്റ്റീവ് അവസാനം അവിടുന്ന് ഇറങ്ങാൻ നേരത്തേക്ക് ചോദിച്ചു, ഒരു റോയൽ പേഴ്സൺ അല്ലേ, അല്ലെങ്കിൽ കോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലേ മരിച്ച്, പാലസ് ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, പാലസിൽ നിന്ന് ആൾ വരും, അങ്ങനെ അവർ ആ ബോഡി കൊണ്ടുപോയിക്കോളും എന്നിങ്ങനെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ അവർ തിരികെ നടന്നു. ഈ സീനെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് നമ്മളുടെ സോൾജിയർ, അതായത് നരേറ്ററിന് വല്ലാതെ വീണ്ടും പേടിയായി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു, ദിസ് ഇസ് വെരി ഡേഞ്ചറസ് എന്നുള്ള രീതിയിലൊക്കെ അയാളുടെ മൈൻഡ് ഇങ്ങനെ പോയി. ആൻഡ് ദിസ് ഡിറ്റക്റ്റീവ് റിയലി വോണ്ട്സ് ടു കൺസോൾ ഹിസ് ഫ്രണ്ട്. അങ്ങനെ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും കൂടെ നടന്നു പോവാം, നമുക്ക് സംസാരിച്ച് നടന്നു പോവാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ നടക്കാൻ നേരത്തേക്ക് നമ്മളുടെ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, ഇപ്പം നമ്മളെ വിളിക്കാനായിട്ട് റോയൽ കോർട്ടിൽ നിന്ന് ആൾക്കാർ വരും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാർട്ട് വരുന്നുണ്ട്, ഒരു റോയൽ കാർട്ട് വന്നു. ആ ബ്രിട്ടീഷ് കിങ്ഡത്തിൻ്റെ കീഴിലുള്ള ഒരു കാർട്ടായിരുന്നു. ബ്രിട്ടീഷ് എംപയറിൻ്റെ കാർട്ടിനകത്ത് കയറ്റിയിട്ട് അവരെ ഒരിടത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പം കാർട്ടിലുള്ള ആൾ പറഞ്ഞു, ക്വീൻ വിക്ടോറിയ പറഞ്ഞിട്ട് വരുന്നതാണ്, ക്വീനിന് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഇവർ കോർട്ടിലെത്തി. അവിടെ അവരെ റിസീവ് ചെയ്തത് പ്രിൻസ് ആൽബർട്ട് ആയിരുന്നു, ക്വീൻ വിക്ടോറിയയുടെ ഹസ്ബൻഡ്. എന്നിട്ട് പ്രിൻസ് ഇങ്ങനെ പറഞ്ഞു, ക്വീൻ ഈസ് വെരി അപ്സെറ്റ്, ക്വീൻ്റെ നെഫ്യൂ ആണ് മരിച്ചത്, അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ അത് ആരാണോ ചെയ്തത് അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് താങ്കളുടെ പേര് സജസ്റ്റ് ചെയ്തത്. ബിക്കോസ് ഞാൻ നിങ്ങൾ എഴുതിയ പബ്ലിഷ് ചെയ്ത കുറച്ച് വർക്ക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഞാൻ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ക്വീനിനെ കാണുന്നു. ക്വീൻ അങ്ങനെ ബാക്കിയുള്ളവർക്ക് പുറത്തു നിന്ന് കേട്ടാൽ മനസ്സിലാവാത്ത തരത്തിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് കാര്യം പറയുന്നത്. ഈ മർഡർ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, ആ ആളിനെ പിടിയിലാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓൾസോ അവിടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ നരേറ്ററിനെ അടുത്തേക്ക് വിളിച്ചിട്ട് നരേറ്ററിൻ്റെ ഷോൾഡറിലാണ് ആ ഇഞ്ചുറി ഉണ്ടായിരുന്നത്. ആ ഇഞ്ചുറിയുടെ അവിടെ ക്വീൻ വിക്ടോറിയ ഇങ്ങനെ പിടിച്ചു.
പിടിച്ചതിന് ശേഷം ആ സമയത്ത് ഭയങ്കരമായ ഒരു പെയിൻ അവിടെ വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് തന്നെ എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ ഒന്ന് പാറ്റ് ചെയ്തിട്ട് അവരങ്ങനെ തിരികെ പോവുമായിരുന്നു. പോകുന്നതിന് മുൻപേ ക്വീൻ്റെ അടുത്ത് ഡിറ്റക്റ്റീവ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. ആ റൂമിൽ കൊല ചെയ്യാനായിട്ട് വന്നവർ 2 പേരാണ്. ഈ 2 പേരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവരുടെ പ്രസൻസ് അതിനുള്ള എവിഡൻസ് ഒക്കെ എനിക്ക് കിട്ടിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്.